അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് കുറച്ച് ബ്രെഡാണ് നമുക്ക് വേണ്ടത്. ഈ ബ്രെഡിന്റെ 4 ഭാഗത്തുള്ള ബ്രൗൺ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ബ്രെഡിന്റെ ബ്രൗൺ ഭാഗം കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ബ്രെഡും ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ദാ ബ്രെഡിന്റെ ബ്രൗൺ ഭാഗമൊക്കെ മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പ്ലേറ്റ് എടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏത് മുളക് പൊടി വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചവച്ച മുളകാണ്. ചവച്ച മുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താലും മതി. അതും ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി മാത്രമായാലും കുഴപ്പമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് അത് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരുപാടൊന്നും വേണ്ട. 1 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിൽ ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ സവാള ഒന്ന് വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 8 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അയമോദകം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അയമോദകം എന്ന് പറയുമ്പോൾ നമ്മൾ മുറുക്കിലൊക്കെ ചേർക്കുന്ന അജ്വൈനാണ്. അപ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിനൊക്കെ നല്ലതാണ്. ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നതിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നോക്കിയിട്ട് ലാസ്റ്റിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഒന്ന് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ആദ്യം ഒഴിക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ്. ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. റവ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. റവ ചേർത്ത് കൊടുക്കുന്നത് നല്ല മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കി വെള്ളവും കൂടി ഒഴിക്കാം. ബാക്കി ഫുള്ള് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് വെള്ളം കറക്റ്റാണ്. കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം റെഡിയാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇതിവിടെ ഇരിക്കട്ടെ. ആദ്യം ഞാൻ എന്താ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും
ഇതുപോലെ നിരത്തി ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് വീണ്ടും കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് 3 ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ 3 കട്ട് ചെയ്തു. വീണ്ടും ഇത് ഇങ്ങനെ തിരിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ 3 കട്ട് ചെയ്യണേ. ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് എടുക്കാം. ഇനി ഓരോന്നായിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഓരോന്നും ഇതുപോലെ ചെയ്യാം. ഒരു 5 എണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ കലക്കി വെച്ചത് ഒന്നുകൂടി കലക്കി എടുക്കുക. എന്നിട്ട് ഇനി ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും മാവാക്കി കൊടുക്കുക. ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 4 എണ്ണം എന്താ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. വശവും ഒന്ന് മൊരിഞ്ഞ് വരണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വയ്ക്കാനേ. ഇത് വേണോ നിർബന്ധമൊന്നുമില്ല, പക്ഷെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ചീസൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പോൾ ആ ചീസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. കുറച്ച് ഒറിഗാനോ വിതറിയിട്ട് കൊടുക്കാം. ഒരു നുള്ളു മതിയേ. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ചീസ് ഒന്ന് മെൽറ്റ് ആവണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചീസൊക്കെ കണ്ടില്ലേ, മെൽറ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. 2 വശവും നല്ലോണം മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചീസൊക്കെ ചേർത്തുകൊണ്ട് കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും. അപ്പോൾ ഇതൊരെണ്ണം കഴിച്ചാൽ മാത്രം മതിയാകും വയറ് നിറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്